അപ്പം ഞങ്ങളുടെ വണ്ണപ്പുറത്ത് കാർണിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങിയേക്കുവാണ്. ആക്ച്വലി 4 മണിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്, 4-4:30 കൂടിയൊക്കെ 10 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നലെ മുതൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് പോകാൻ വേണ്ടി കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, എല്ലാവരും റെഡി ആയിട്ട് എല്ലാവരും ഈ ചുറ്റുപുറമൊക്കെ ഉണ്ട്. എന്നും ഉണ്ട്, ഹലോ. ലാസ്റ്റ് മൊമെൻറ്റിലുള്ള ഭക്ഷണം കഴിക്കലാട്ടോ ഇപ്പോൾ കാണുന്നത്. നമ്മൾ പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 10 മണി വരെയാണ് കേട്ടോ പ്രോഗ്രാം ഉള്ളത്. ഒരു ദിവസം ആയുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ആളും തിരക്കൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കസിനുണ്ട്, കസിൻ്റെ കുഞ്ഞുവാവയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും പോകാൻ ഇറങ്ങിയേക്കുക. അപ്പോൾ ഓട്ടോ വരണം, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ആദ്യം വണ്ടിക്ക് പോകുന്നവർ ആദ്യം അങ്ങ് പോകും, അതിനുശേഷം ഞങ്ങൾ പുറകെ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്താൻ മാത്രമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ്, ഏറിപ്പോയ 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നന്നുൻ്റെയും ഇവിടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിപ്പായതുകൊണ്ട് പുറത്തിറങ്ങി കുറച്ച് ആളുകളെയൊക്കെ കണ്ട് കളറ്, വെളിച്ചം അങ്ങനെയെല്ലാം കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്, കുറച്ച് നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ചില സ്ഥലങ്ങളിൽ ഓക്കെ ആവും, ചില സ്ഥലങ്ങളിൽ അത്ര ഓക്കെ ആവില്ല കേട്ടോ. കാര്യം സൗണ്ടും അനൗൺസ്മെൻറ്റും അങ്ങനത്തെ സംഗതികളൊക്കെ കേൾക്കുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇറങ്ങി നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിവി അങ്ങനെയാണ്, നന്നുവിന് അത്രയും കുഴപ്പമില്ല. നിവിക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ പേടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് അവൻ നമ്മളോട് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മേനെയും കൂടെ പറഞ്ഞു വിട്ടേക്കണതാണ്. ക്യൂവിലൊക്കെ നിന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കയറി ഇരുന്നപ്പോൾ തൊട്ട് നന്നുവിന് പ്രശ്നമാണ്. നന്നു കരച്ചിലും ബഹളമായിരുന്നു. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പോയി എടുത്തു. പക്ഷേ പിന്നെ അങ്ങ് കൂളായി, ശ്രദ്ധയൊക്കെ മാറ്റി. അങ്ങനെ അത് ഓണായി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഹാപ്പിയായി. പിന്നെ ആകാശ ഊഞ്ഞാൽ കേട്ടോ. ഞാൻ ഇതുവരെ കയറിയിട്ടുള്ളതൊരു സംഗതിയുണ്ട്, പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി നമ്മൾ ആകാശ ഊഞ്ഞാലിൽ കയറി കേട്ടോ. പക്ഷേ ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഇതൊന്ന് നിർത്തിയിട്ടപ്പോഴാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണത് കേട്ടോ.